റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താൽപര്യങ്ങളാണ് യുക്രൈന് നിലനിൽക്കുന്ന ഏക പ്രതീക്ഷ. ട്രംപാണ് സമാധാന കരാറിനെക്കുറിച്ച് അമേരിക്കൻ സഖ്യകക്ഷികൾക്കിടയിൽ ചർച്ചകൾ ആരംഭിക്കുകയും അതുപോലെ സുരക്ഷാ ഗ്യാരണ്ടികളെക്കുറിച്ച് യുക്രൈന് പ്രതീക്ഷ നൽകുകയും ചെയ്തിരുന്നത്. എന്നാൽ അമേരിക്കയുടെ ഈ തീരുമാനങ്ങളെ റഷ്യ നിരാകരിക്കുവാനാണ് സാധ്യത നിലനിൽക്കുന്നത്. അതിനാൽ ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും പദ്ധതികളൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല എന്നും പറയാം. പക്ഷെ ട്രംപ് എത്തുന്നതിന് മുൻപേ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തു കൂട്ടുക എന്നതാണ് ബൈഡന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ബൈഡൻ അതിനായി കണ്ടെത്തിയ വഴി റഷ്യൻ ഭീതിയുടെ മറവിൽ നിന്നും യുക്രൈനെ രക്ഷിക്കാൻ റഷ്യയുടെ തന്നെ സമ്പാദ്യമാണ്. സ്ഥാനം ഒഴിയും മുമ്പ് മരവിപ്പിച്ച റഷ്യൻ സ്വത്തുകൾ കണ്ടുകെട്ടാൻ ശക്തമായ നീക്കം തന്നെ ബൈഡൻ നടത്തുന്നതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനായി അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥർ യൂറോപ്യൻ യൂണിയനിൽ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന തരത്തിലും റിപ്പോർട്ടുകളുണ്ട്. 2022 യുക്രൈൻ സംഘർഷം വളരെയധികം രൂക്ഷമായിരുന്നു. ബ്രസൽസ് ആസ്ഥാനമായുള്ള യൂറോ ക്ലിയറിൽ കൈവശം വെച്ചിരുന്ന $300 ബില്യൺ റഷ്യൻ ആസ്തി അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും കൂടെ മരവിപ്പിക്കുകയുണ്ടായി. പക്ഷെ മുഴുവൻ ആസ്തി പിടിച്ചെടുക്കലിലൂടെ ലോകത്ത് തങ്ങളുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുമെന്നും റഷ്യ ഇതിനെതിരെ പ്രതികാര നടപടിയെടുത്താൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്പദ്വ്യവസ്ഥ തകരുമെന്നും യൂറോപ്യൻ യൂണിയന്റെ ഇടയിൽ ഭയവും നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ മരവിപ്പിച്ച റഷ്യൻ ഫണ്ട് പിടിച്ചെടുക്കാൻ യൂറോപ്യൻ യൂണിയൻ വിമുഖത കാണിക്കുകയാണ്. തങ്ങളുടെ ഫണ്ടുകൾ കണ്ടുകെട്ടുന്നത് തികച്ചും നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് അവ കണ്ടുകെട്ടാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ പൂർണ്ണമായും മോശമാണെന്നും റഷ്യ ശക്തമായി പ്രതികരിക്കുകയുണ്ടായി. ഇവ മാത്രമല്ല, തങ്ങളുടെ $300 ബില്യൺ വരുന്ന സ്വത്തുക്കളിൽ പാശ്ചാത്യ രാജ്യങ്ങൾ കൈവയ്ക്കുകയാണെങ്കിൽ റഷ്യ അതിന് തക്ക പ്രതികാരം ചെയ്യുമെന്ന് റഷ്യൻ പ്രധാനമന്ത്രി ആന്റൺ സിലുവാനോവ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ മുന്നറിയിപ്പിനെ തുടർന്നാണ് പ്രധാനമായി ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ റഷ്യൻ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നത്. ഈ ആഴ്ച റോമിൽ ഇറ്റാലിയൻ നേതൃത്വവുമായി യുക്രൈനിൽ വ്ളാഡിമിർ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ബൈഡൻ റഷ്യൻ ഫണ്ട് കൊണ്ടുവരുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ലോസ് ആഞ്ചൽസിനെ നശിപ്പിച്ച കാട്ടുതീ കാരണം യാത്ര റദ്ദാക്കുകയായിരുന്നു. തുടർന്ന് യുക്രൈനായി മരവിപ്പിച്ച റഷ്യൻ ഫണ്ടുകളെല്ലാം വേണമെന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളും ഇടയിൽ പുറത്തു വന്നിരുന്നു. ഞങ്ങൾ ആ ഫണ്ട് എടുക്കുമെന്ന്, ഞങ്ങളുടെ ആഭ്യന്തര ഉൽപാദനത്തിന് റഷ്യയുടെ മരവിപ്പിച്ച ഫണ്ട് ആവശ്യമാണെന്നും സെലൻസ്കി വെളിപ്പെടുത്തുകയുണ്ടായി. ആ ഫണ്ട് ഉപയോഗിച്ച് അമേരിക്കയിൽ നിന്ന് എല്ലാ ആയുധങ്ങളും വാങ്ങുമെന്ന് സെലൻസ്കി പറഞ്ഞതായുള്ള വാർത്തകളും വന്നിരുന്നു. യുദ്ധം മുന്നോട്ട് പോകാനായി എത്ര തരത്താണ കളിയും കളിക്കാൻ സെലൻസ്കി തയ്യാറാണെന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. എന്നാൽ യുക്രൈന്റെ ഈ നീക്കങ്ങൾ ഒന്നും തന്നെ റഷ്യയെ കാര്യമായി ബാധിച്ചിട്ടില്ല. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പ്രധാനമായും അറിയിക്കുന്നത് പാശ്ചാത്യരുടെ കാരുണ്യത്തിൽ കിട്ടിയ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യൻ പ്രദേശത്ത് അടുത്തിടെ യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി അതേ തോതിൽ തന്നെ റഷ്യ യുക്രൈന്റെ പ്രധാനപ്പെട്ട ഗ്യാസ് എനർജി ഇൻഫ്രാസ്ട്രക്ചറിന് നേരെ മിസൈലുകൾ വിക്ഷേപിച്ച് മറുപടി നൽകിയതായിട്ടാണ്. അമേരിക്കൻ നിർമ്മിത ADSCMS-ഉം ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകളും ഒക്കെയായിരുന്നു യുക്രൈൻ റഷ്യക്കെതിരെ പ്രധാനമായും പ്രയോഗിക്കുന്നത്. പക്ഷേ അതൊന്നും യുക്രൈനെ വേണ്ടവിധം സഹായിച്ചില്ലെന്നതും യാഥാർത്ഥ്യമാണ്. അതിനുള്ള കാരണം അതിന്റെ ഇരട്ടിയിലധികം പ്രഹരമാണ് ഒറ്റയടിക്ക് റഷ്യ യുക്രൈന് കൊടുത്തതെന്നതാണ്. യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാനുള്ള തന്റെ ആഗ്രഹം ട്രംപ് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. യാതൊരു പ്രയോജനവുമില്ലാതെ ഒരു യുദ്ധത്തിലേക്ക് പണവും ആയുധവും ഇറക്കി സ്വന്തം രാജ്യത്തെ സമ്പത്ത് ഇല്ലാതാക്കാൻ താല്പര്യമില്ലാതിരുന്നിട്ട് കൂടിയാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. എന്നാൽ നിലവിലെ പ്രസിഡന്റ് ബൈഡന്റെ താല്പര്യം നേരെ മറിച്ചാണ്. ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് മുന്നോടിയായി യുദ്ധക്കളത്തിൽ യുക്രൈന്റെ നില മെച്ചപ്പെടുത്തുന്നതിനായുള്ള പല വഴികളും കാര്യമായി ബൈഡൻ അന്വേഷിക്കുകയും അതിനായുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അതിനായി റഷ്യൻ ഊർജ്ജം കടത്തുന്ന രഹസ്യ കപ്പലുകൾക്കെതിരെ അമേരിക്ക കഴിഞ്ഞ ആഴ്ച പുതിയ ഉപരോധം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. $500 മില്യൺ മൂല്യമുള്ള ആയുധങ്ങളുടെ അന്തിമ ഗഡു യുക്രൈന് അയക്കുമെന്ന് വൈറ്റ് ഹൗസ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ബൈഡൻ ഈ തീരുമാനം കൈക്കൊണ്ടത്. എന്നാൽ റഷ്യയെ തൊട്ടാൽ അത് ബാധിക്കുക ലോകത്തെ മൊത്തം തന്നെ ആയിരിക്കുമെന്ന കാര്യം അമേരിക്കയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നും പറയാം. അധികാരം വിട്ടിറങ്ങുന്നതിന് മുമ്പ് കഴിയുന്ന വിധമെല്ലാം യുക്രൈനെ കരകയറ്റാൻ ബൈഡൻ കാര്യമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ട്രംപ് വന്നാൽ കൊടുക്കാമെന്നേറ്റ പണം മുഴുവൻ കൊടുക്കുന്നതിന് പകരം ചിലപ്പോൾ അതിന് പകരം യുദ്ധം അവസാനിപ്പിച്ച് ആ പണം സ്വന്തം ഖജനാവിലേക്ക് തന്നെ എത്തിക്കാനായിരിക്കും അദ്ദേഹം ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ പണവും ആയുധവും ഇല്ലാതെ തോൽവി എന്നതിനപ്പുറം അടിയറവ് തന്നെയായിരിക്കും യുദ്ധത്തിൽ യുക്രൈന് സംഭവിക്കുക എന്നതിലും ഒരു സംശയവും വേണ്ട.